ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ പ്ലാനിങ് ഓഫ് ടെർമിനൽ ഏരിയ ആ ഒരു പോർഷനാണ് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ പാർട്ട് 1 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ പ്ലാനിങ് ഓഫ് ടെർമിനൽ ഏരിയ അറിയാമല്ലോ. നമ്മൾ എയർപോർട്ടിൻ്റെ നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ അല്ലാതെ വെയിറ്റ് ചെയ്യുന്ന സ്ഥലവും ബോർഡിങ് നിൽക്കുന്ന സ്ഥലം, അതൊക്കെയാണ് ഈ പറഞ്ഞ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതാണ് ആ ഒരു ടെർമിനൽ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ചെക്കൊക്കെ നടക്കുന്ന സ്ഥലം, അതൊക്കെയാണ് ഈ ടെർമിനൽ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അതിൽ ഓരോന്നൊരു ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഈ 6 എണ്ണമാണ് മെയിനായിട്ടും ഈ ഒരു ടെർമിനൽ ഏരിയയിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിൽ പ്ലാനിങ്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ടെർമിനൽ ബിൽഡിംഗ് ആണ്. രണ്ടാമത് പാസഞ്ചർ ഫ്ലോ, പിന്നെ പാർക്കിംഗ് ഓഫ് വെഹിക്കിൾ, ഏപ്രൺ, ഹാങ്ങർ ആൻഡ് ലാസ്റ്റ് പ്രൊട്ടക്ഷൻ ഫോർ ജെറ്റ് ബ്ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പോകാം. ആദ്യം ടെർമിനൽ ബിൽഡിംഗ് ആണ് മെയിനായിട്ടും മൊത്തത്തിലുള്ള ആ ഒരു ടെർമിനൽ ബിൽഡിംഗ്. ഓക്കെ, അതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പാസഞ്ചേഴ്സ്, എയർലൈൻ സ്റ്റാഫ്സ് ആൻഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് പാസഞ്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടെർമിനൽ ബിൽഡിംഗ്. ആക്ച്വലി എയർലൈൻ സ്റ്റാഫ്സ്, അവിടുത്തെ സ്റ്റാഫുകൾ യൂസ് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ബി ദ പാസഞ്ചേഴ്സ് ഓർ ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ഓർ എയർലൈൻ സ്റ്റാഫ്സ്, എനിബഡി ആരായാലും യൂസ് ചെയ്യുന്ന ഒരു ടെർമിനൽ ബിൽഡിംഗ്. കാരണം ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലമാണല്ലോ. ഓക്കെ, ഇറ്റ് ഓൾസോ പ്രൊവൈഡ് അക്കോമഡേഷൻ ഫോർ വേരിയസ് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ലൈക്ക് കൺട്രോൾ ടവർ. ഈ വേരിയസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ലൈക്ക് കൺട്രോൾ ടവേഴ്സ്, അതെല്ലാം ഈ ഒരു ടെർമിനൽ ബിൽഡിങ്ങിലാണ് നടത്തുന്നത്. ഓക്കെ, അതിലുള്ള ആദ്യത്തേതാണ് ഫെസിലിറ്റീസ് ടു ബി പ്രൊവൈഡഡ് ഇൻ ടെർമിനൽ ബിൽഡിംഗ്. ഓക്കെ, അതിൻ്റെ സബ്പാർട്ടാണ് ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ സബ്പാർട്ടായിട്ടുള്ള ഒരു ഹെഡിങ്ങാണ് ഫെസിലിറ്റീസ് ടു ബി പ്രൊവൈഡഡ് ഇൻ ടെർമിനൽ ബിൽഡിംഗ്. ഓക്കെ, ആദ്യത്തേതാണ് ബാങ്ക്. എന്ന് വെച്ചാൽ ഈ ഒരു ടെർമിനൽ ബിൽഡിങ്ങിന് ഉണ്ടാവേണ്ട ചില ഫെസിലിറ്റീസ്. അതിലൊന്നാമത്തെ കാര്യമാണ് ബാങ്ക്. ഒരു ബാങ്ക് ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമതാണ് ക്ലോക്ക് റൂംസ് ഫോർ റെസ്റ്റ് റൂംസ് ആൻഡ് റിഫ്രഷിംഗ് റൂംസ്. ക്ലോക്ക് റൂംസ്, റെസ്റ്റ് റൂംസ്, റിഫ്രഷിംഗ് റൂംസ് ഉണ്ടായിരിക്കണം. പിന്നെ ജനറൽ ഷോപ്സ് എന്ന് വെച്ചാൽ ലൈക്ക് ബുക്ക് ഷോപ്പ്, പോസ്റ്റ് ഓഫീസ്, റെസ്റ്റോറൻറ്റ്സ്, അതൊക്കെ അങ്ങനത്തെ ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. എന്നുവെച്ചാൽ നമ്മൾ ബസ് സ്റ്റോപ്പും ഈ ബസ് സ്റ്റാൻഡൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതേപോലെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും, കുറച്ചും കൂടെ ഫെസിലിറ്റീസും കൂടുതലായിരിക്കും. കാരണം ഒരു എയർപ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണലി വരുന്ന ഈ പറഞ്ഞ ഫോറിൻ കൺട്രീസും വരുന്ന ആൾക്കാരും കാണും. അപ്പോൾ അങ്ങനെയായിട്ട് നോക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസും കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആയിരിക്കും. എന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അവിടെ എയർപോർട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം എങ്ങനെയാണെന്ന് ഉള്ളത്. അല്ലെങ്കിൽ പോയിട്ടില്ലാത്തവർക്കാണെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. ജസ്റ്റ് ഒരു നമ്മളെ ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡല്ല, ഒരു റെയിൽവേ സ്റ്റേഷനോ അതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും. കുറേ കടകൾ കാണും, റെസ്റ്റ് റൂം കാണും, അങ്ങനത്തെ കാണുമല്ലോ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻഫർമേഷൻ ഡെസ്ക് ഉണ്ട്. പിന്നെ മെഡിക്കൽ യൂണിറ്റ്, മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവും ഇവിടെ ഈ പറഞ്ഞ എയർപോർട്ടിൻ്റെ ഈ ടെർമിനൽ ബിൽഡിങ്ങിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ സ്പേസ് ഫോർ കസ്റ്റംസ്, ഇമിഗ്രേഷൻ, ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഫെസിലിറ്റീസ്, ഈ ഒരു ടെർമിനൽ ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ്. അതിൻ്റെ ഒരു പ്ലാനാണ് ആക്ച്വലി ഈ ഒരു പ്ലാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്ലാൻ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഈ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയുണ്ട്. ഈ സെക്യൂരിറ്റി സ്ക്രീനിങ് എന്നൊരു പോർഷനുണ്ട്, ഷോപ്പുണ്ട്, ഷോപ്പിൻ്റെ ഇപ്പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട് ഫോർ മെൻ ആൻഡ് വിമൻ. അതുപോലെ തന്നെ ഏകദേശം നടുക്കായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഇൻഫർമേഷൻ എന്നും പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, ബാഗേജ് എന്നൊരു പോർഷനുണ്ട്, ഓഫീസ് ഫോർ സ്റ്റാഫ് ഉണ്ട്, ഒരു സ്റ്റെയർ കേസ് കയറിയിട്ടാണ് ഓഫീസ് ഫോർ സ്റ്റാഫ്, ചെക്ക് ഇൻ സ്പേസ് ഫോർ ടിക്കറ്റ് ആൻഡ് ബാഗേജ് ഉണ്ട്. അങ്ങനെ ഒരു മൊത്തത്തിലൊരു അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. ഓക്കെ, അതാണ് ഈ ടെർമിനൽ ബിൽഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഈ ടെർമിനൽ ബിൽഡിങ്ങിന് ഹെഡിങ്ങിൽ വരുന്നതാണ് നോയ്സ് കൺട്രോൾ ഓഫ് ടെർമിനൽ ബിൽഡിംഗ്. ഓക്കെ, നോയ്സ് കൺട്രോൾ ഓഫ് ടെർമിനൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഇതൊരു ആക്ച്വലി ഒരു വലിയൊരു ഹാള് പോലത്തെ സ്ഥലമല്ലേ. ഹാള് മീൻസ് ഒരു വലിയൊരു എല്ലാം കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹാള് പോലൊരു സ്ഥലമല്ലേ. അപ്പോൾ അവിടെ നോയ്സ് ഇത്രയും ആൾക്കാർ കൂടുമ്പോഴും അതിനനുസരിച്ച് നോയ്സ് വളരെ കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതെല്ലാം കൺട്രോൾ ചെയ്യണം.
അപ്പോൾ അതെന്ന് വെച്ചാൽ ടെർമിനൽ ബിൽഡിംഗ് ഇസ് ടു ബി കൺസ്ട്രക്റ്റഡ് ഓഫ് നോയ്സ് പ്രൂഫ് മെറ്റീരിയൽ ടു അവോയ്ഡ് അൺകൺസിഡറബിൾ നോയ്സ് ഇൻസൈഡ് ദി ബിൽഡിംഗ്. എന്ന് വെച്ചാൽ ഈ ടെർമിനൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന മെറ്റീരിയൽ ആക്ച്വലി ഈ നോയ്സിനെല്ലാം മാക്സിമം അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയലായിരിക്കണം, അല്ലെങ്കിൽ നോയ്സ് റിഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടുതൽ ഡിസ്റ്റർബൻസ് ഒന്നും പാടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വെച്ചായിരിക്കണം ഈ ടെർമിനൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ അറിയാമല്ലോ, ഇത്ര ആൾക്കാർ കൂടുമ്പോൾ അനുസരിച്ച് അതനുസരിച്ച് കൂടുതലും നോയ്സ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ഓക്കെ, അതാണ് രണ്ടാമത്തെ മെയിൻ കാര്യം. ഒന്ന് ടെർമിനൽ ബിൽഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്, അതിൽ ഫെസിലിറ്റീസ് ഏതാണെന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് ഈ പറഞ്ഞ ലിസ്റ്റുകളിൽ പറഞ്ഞത്. ഈ ഫിഗർ കൊണ്ട് വരയ്ക്കുക. രണ്ടാമതെന്ന് വെച്ചാൽ നോയ്സിൻ്റെ കൺട്രോൾ. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ പ്ലാനിങ് കൺസിഡറേഷൻസ്. എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുമ്പോൾ കൺസിഡറേഷൻസ്? ഓക്കെ, അത് രണ്ട് കോൺസെപ്റ്റ്സ് ഉണ്ട്. 2 concepts ഓഫ് പ്ലാനിങ് ടെർമിനൽ ബിൽഡിംഗ്. ഓക്കെ, അതെന്ന് വെച്ചാൽ ആദ്യത്തെയാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം, രണ്ടാമത്തെ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം. ഓക്കെ, പ്ലാനിങ് സിസ്റ്റമാണ്. പക്ഷേ ഓക്കെ, ഈ ഒരു എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യുന്ന വെച്ചാൽ പ്ലാനിൽ 2 രീതിയിൽ നമുക്ക് വരയ്ക്കാം ടെർമിനൽ ബിൽഡിങ്ങിനെ. ഓക്കെ, ഒന്നെങ്കിൽ ഒരു രീതി എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫിഗർ കൊടുത്തിരിക്കും പോലെയാണ്. ഫസ്റ്റ് ഫിഗറിൽ ഒന്നെങ്കിൽ ഈ ഒരു പ്രൈമറി സ്റ്റേജായിട്ട് വരയ്ക്കാം. ഓക്കെ, അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റേജായിട്ട് വരയ്ക്കാം. പ്രൈമറി സ്റ്റേജ് എന്ന് വെച്ചാൽ ടെർമിനൽ ബിൽഡിംഗ് കൊണ്ട് അവിടെ ഒരു സർക്കിൾസ് പോലെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്താണെന്ന് നോക്കാം. എന്ന് വെച്ചാൽ സെൻട്രലൈസ് സിസ്റ്റം ആദ്യം നോക്കാം. സെൻട്രലൈസ് സിസ്റ്റം എന്ന് വെച്ചാൽ പാസഞ്ചർ ബാഗേജ് ആൻഡ് കാർഗോ ആർ റൂട്ടഡ് ത്രൂ എ സെൻട്രൽ ലൊക്കേഷൻ. ഓക്കെ, ഈ ഒരു സെൻട്രൽ ലൊക്കേഷനിലാണ് ഈ ഒരു പാസഞ്ചർ ഈ ബാഗേജ് ആൻഡ് കാർഗോ, ഈ ഒരു 3 പോർഷൻസ്, പാസഞ്ചർ, ബാഗേജും കാർഗോ, ഇതെല്ലാം ഒരു സെൻട്രൽ പൊസിഷനിലാണ് വെച്ചേക്കുന്നത് ഈ ഒരു സെൻട്രലൈസ് സിസ്റ്റത്തിൽ. ഒന്നെങ്കിൽ അത് പ്രൈമറി സ്റ്റേജ് അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റേജ് ആയിട്ട് വയ്ക്കാം. ഓക്കെ, ഒരു വി ഷേപ്പോ പോലെയോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടോ വയ്ക്കാം. രണ്ടാമെന്ന് വെച്ചാൽ ഡീസെൻട്രലൈസ് സിസ്റ്റം. അവിടെ എന്ന് വെച്ചാൽ പാസഞ്ചർ ഫെസിലിറ്റീസ് ആർ അറേഞ്ച് ഇൻ സിമിലർ യൂണിറ്റ്സ് ഇൻ 1 or more ബിൽഡിംഗ് ഓർ ഏരിയ. ഈ ഒരു ഇവിടെ ഈ ഒരു ഡീസെൻട്രലൈസ്ഡിൽ വരുമ്പോൾ ഈ ഒരു പാസഞ്ചർ ഫെസിലിറ്റീസ് ആക്ച്വലി അറേഞ്ച് എന്ന് വെച്ചാൽ ഇൻ സ്മോളർ യൂണിറ്റ്സ് ആയിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സ്മോളർ ആയിട്ടുള്ള യൂണിറ്റ്സ് അതെന്ന് വെച്ചാൽ മോർ ദാൻ വൺ ആയിട്ട് ഒരു ബിൽഡിങ് ഒരു ഏരിയയിൽ ഒരു ചെറിയ യൂണിറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ഫിഗറിൽ ഉദ്ദേശിക്കുന്നത്. ടെർമിനൽ ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ടെർമിനൽ ബിൽഡിങ്ങിൽ നിന്ന് പല പോർഷനിലേക്ക് പോകണ കാര്യത്തില്ലേ, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഈ സർക്കിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല. ടെർമിനൽ ബിൽഡിങ്ങിൽ നിന്ന് നമ്മൾ എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എയർ ഫ്ലൈറ്റിലേക്ക് പോകുന്ന പോർഷൻ, അതാണ് ഈ ഒരു ഫിഗർ ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, അതാണ് ഈ ഡീസെൻട്രലൈസ് സിസ്റ്റം ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ടെർമിനൽ ബിൽഡിങ്ങിന് കീഴിൽ വരുന്നതാണ് സൈറ്റ് സെലക്ഷൻ ഫോർ ടെർമിനൽ ബിൽഡിംഗ്. എന്തൊക്കെയാണ് സൈറ്റ് സെലക്ഷൻ കൺസിഡറേഷൻസ് ഫോർ ടെർമിനൽ ബിൽഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? അത് ഇവിടെ 7 പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ആദ്യത്താണ് ടെർമിനൽ ബിൽഡിംഗ് ഷുഡ് ബി വെൽ പ്ലേസ്ഡ് ടു ക്യാരി ഓൾ ഫങ്ഷൻസ് എഫക്റ്റീവ്ലി. ഇതെല്ലാം പ്ലേസ് ചെയ്യുന്നത് ടെർമിനൽ ബിൽഡിംഗ് ഷുഡ് ബി വെൽ പ്ലേസ്ഡ്. ഓക്കെ, ഇതെല്ലാം വെൽ പ്ലേസ്ഡ്. ടെർമിനൽ ബിൽഡിംഗ് വെൽ പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫങ്ഷൻസ് എല്ലാം എഫക്റ്റീവ്ലി ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമായിരിക്കും ടെർമിനൽ ബിൽഡിങ് പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും നല്ലോണം നടക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൈറ്റ് വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ, എല്ലാ ഫങ്ഷൻസ് നടക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ വേണം ഡിസൈൻ ചെയ്ത് ഈ ഒരു ടെർമിനൽ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാൻ. രണ്ടാമത് ഇറ്റ് ഷുഡ് ബി സെൻട്രലി ലൊക്കേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു റൺവേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഒരു സെൻട്രലി ലൊക്കേറ്റഡ് ആയിരിക്കണം ഈ ഒരു ടെർമിനൽ ബിൽഡിങ്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഈസി ആൻഡ് കൺവീനിയൻറ്റ് ഫോർ ഹൈവേ ആക്സസ്. ഹൈവേ ആക്സസിന് ഇത് ആക്ച്വലി ഈസിയും കൺവീനിയൻറ്റും ആയിരിക്കണം. ഓക്കെ, ഈ ഒരു ടെർമിനൽ ബിൽഡിംഗ് ഇറ്റ് ഷുഡ് ഹാവ് ഇനഫ് പ്രൊവിഷൻ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഈ ഭാവിയിൽ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു ടെർമിനൽ ബിൽഡിംഗ് കുറച്ചും കൂടെ വികസിക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അനുസരിച്ചുള്ള സ്പേസും പ്രൊവൈഡ് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, പുതിയൊരു ടെർമിനൽ ബിൽഡിംഗ് പ്ലാൻ ചെയ്തു. ഭാവിയിൽ ഒരു 10 വർഷമോ 15-20 വർഷം കഴിയുമ്പോൾ കുറച്ചും കൂടെ വലുതാക്കണം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് വലുതാക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് എല്ലാം നേരത്തെ തന്നെ പ്രൊവൈഡ് ചെയ്ത് വെച്ചേക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇറ്റ് ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് സ്പേസ് ഫോർ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ വെഹിക്കിൾസ്, വരുന്ന പാസഞ്ചേഴ്സിൻ്റെ അല്ലാത്ത വെഹിക്കിൾസൊക്കെ ഉണ്ടല്ലോ, കാറ് അങ്ങനെയൊക്കെ വെഹിക്കിൾസൊക്കെ എല്ലാം ഇതെല്ലാം പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ് ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് നാച്ചുറൽ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഈ പറഞ്ഞ ടെർമിനൽ ബിൽഡിങ്സ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, ഡ്രെയിനേജ് ഫെസിലിറ്റി. ഓക്കെ, ഈ 2 പോയിന്റുകൾ നല്ലോണം ഓർമ്മിച്ച് വെച്ചിരിക്കണം, കാരണം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എന്നൊരു സിമ്പിളായിട്ടുള്ള പോയിൻ്റാണ്. ഇത് ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് സ്പേസ് ഫോർ പാർക്കിംഗ് ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് നാച്ചുറൽ ഡ്രെയിനേജ്. ഓക്കെ,
പിന്നെ യു ഷുഡ് ഹാവ് ഫെസിലിറ്റീസ് ലൈക്ക് വാട്ടർ, ടെലിഫോൺ എക്സെട്ര. ഇത് ഈ ഒരു പോയിൻറ്റും കൂടെ ഓർമ്മിച്ച് വയ്ക്കുക. വാട്ടറും ടെലിഫോണും എക്സെട്ര കോമൺ ആയിട്ടുള്ള കാര്യമാണല്ലോ, അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അതാണ് സൈറ്റ് സെലക്ഷൻ ഫോർ ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ കീഴിൽ വരുന്ന 7 പോയിൻറ്റുകൾ. ഓക്കെ, ഇനി അടുത്തതാണ് സ്പേസ് റിക്വയർമെൻറ്റ് ഫോർ ടെർമിനൽ ബിൽഡിംഗ്. എന്തുമാത്രം സ്പേസ് അല്ലെങ്കിൽ എന്തുമാത്രം ഏരിയ ആണ് റിക്വയർ ചെയ്യേണ്ടത് ഒരു ടെർമിനൽ ബിൽഡിങ്ങിന് വേണ്ടി. ഓക്കെ, അപ്പോൾ FAA ഇൻഡിക്കേറ്റഡ് ദാറ്റ് 7.43 to 11.15 മീറ്റർ സ്ക്വയർ പെർ 1000 പാസഞ്ചർ. അപ്പോൾ അതാണ് ഈ FAA എന്ന് വെച്ചാൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ. അതാണ് FAA എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദാറ്റ് 7.33 to 11.15 മീറ്റർ സ്ക്വയർ പെർ 1000 പാസഞ്ചർ എന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ച് ഏരിയയിൽ ഒരു 1000 പാസഞ്ചേഴ്സാണ് വേണ്ടത് എന്നുള്ള ഏരിയ, ആ ഒരു കാൽക്കുലേഷനിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇത് അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ 7.43 to 11.15 മീറ്റർ സ്ക്വയർ ഏരിയയിൽ 1000 പാസഞ്ചേഴ്സ് ഉൾക്കൊള്ളണം എന്നൊരു കാൽക്കുലേഷനിലാണ് അവരെത്തിയത്. ഓക്കെ, ദി അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് ഓഫ് സ്പേസ് ഫോർ വേരിയസ് പർപ്പസസ് ടെർമിനൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വേരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ എയർലൈൻ ഓപ്പറേഷൻസിന് ഒരു 38% വേണം, 38%. എയർപോർട്ട് അഡ്മിനിസ്ട്രേഷന് 17% വേണം, പബ്ലിക് സ്പേസിന് 30%, യൂട്ടിലിറ്റീസ് ആൻഡ് ഷോപ്സ് അതിന് 15% വേണം. ഓക്കെ, അതാണ് വേണ്ടത്. അപ്പോൾ അതിനെ പറയാം സ്പേസ് റിക്വയർമെൻറ്റ്സ് ഫോർ ടെർമിനൽ ബിൽഡിങ്സ് വെച്ചാൽ FAA ഫെഡറൽ ഏവിയേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അവർ ഇൻഡിക്കേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ 7.43 to 11.15 മീറ്റർ സ്ക്വയറിൽ ഒരു 1000 പാസഞ്ചേഴ്സ് ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം ഈ ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ ഏരിയ വരേണ്ടത്. അതിൻ്റെ വേരിയസ് ആയിട്ടുള്ള അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ പല എയർലൈൻ ഓപ്പറേഷന് വേണ്ടി 38% വേണം, അതേം എയർലൈൻ ഓപ്പറേഷൻ. രണ്ടാമെന്ന് വെച്ചാൽ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷൻ അവർക്ക് ഒരു 17% വേണ്ടത്, പബ്ലിക് സ്പേസിന് അവർക്ക് ഒരു 30%, യൂട്ടിലിറ്റീസ് ആൻഡ് ഷോപ്സ് അതൊരു 15%. ഷോപ്സൊക്കെ കുറച്ച് കുറവ് അതിന് 15% ഉള്ളൂ. പിന്നെ കൂടുതലുള്ള എയർപോർട്ട് അഡ്മിനിസ്ട്രേറ്റീവ്സ് അവർക്കൊരു 17%. പിന്നെ ഏറ്റവും കൂടുതലാണ് എയർലൈൻ ഓപ്പറേഷൻസ്. മെയിനായിട്ടുള്ള കാര്യം എയർലൈൻ ആണല്ലോ, ട്രാൻസ്പോർട്ടാണല്ലോ, അവർക്കാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഈ ഒരു എയർപോർട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിനായിട്ടുള്ള ഫെസിലിറ്റീസിനെക്കാട്ടും ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആരാണ്? ഈ പാസഞ്ചേഴ്സാണ്. അവരാണ് രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ്, അതാണ് 30%. ഓക്കെ, ഇതാണ് സ്പേസ് റിക്വയർമെൻറ്റ് ഫോർ ടെർമിനൽ ബിൽഡിംഗ്. അതാണ് ആദ്യത്തെ പോയിൻറ്റ്. ഈ ഒരു ടെർമിനൽ ബിൽഡിംഗ് ആണ് ഫസ്റ്റ് പോയിൻറ്റ്. ഈ ഒരു പ്ലാനിങ് ഓഫ് ടെർമിനൽ ഏരിയയിലെ ആദ്യത്തെ ടെർമിനൽ ബിൽഡിംഗ്. ഓക്കെ.